അതെ, അത് തന്നെ യാമിനി മാഡം ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്ന. ദിവ്യ, നീ എന്നെ കടന്നു വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോ നഷ്ടപ്പെടലിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം. ഈ കുഞ്ഞിന് അവൻ അവകാശപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടുകൂടാ. അതിനെന്തും സഹിക്കാൻ ഞാൻ തയ്യാറാ. ഈ കുഞ്ഞിന്റെ അമ്മ എന്ന നിലയിൽ നീയും അതിന് തയ്യാറാവണം. ശരി മാഡം. നീ എന്താണ് അങ്ങനെ പറഞ്ഞത്? നിനക്കൊരു പ്രതീക്ഷയില്ലേ? എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അച്ഛനും അമ്മയും ഋതികയുടെ സൈഡാ. നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഋതികയും രാജുവും ഒന്നാവണമെന്ന് തന്നെയാ. ജേട്ടാ, നമ്മളീ ശ്രമിക്കുന്നതെല്ലാം വെറുതെ ആവില്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചാ നമുക്ക് ആ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? വരും. അതാടി എന്റെ ടെൻഷൻ. നമ്മൾ വാങ്ങിച്ചതേ ഒന്നും രണ്ടൊന്നും അല്ല. നിനക്കറിയാലോ എല്ലാം കൂടി തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നേ നിസ്സാര കാര്യമൊന്നുമല്ല. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യോട്ടാ? എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് രണ്ടുപേർക്കും കൂടി വഴക്കാണെന്ന് പറഞ്ഞ അഭിനയിക്കാം. അപ്പൊ എന്താ കാര്യം എന്നറിയേ നിന്റെ അച്ഛനമ്മ ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് ഈ മാറ്റർ പറയാം. എന്റെ അമ്മയും അച്ഛനും നമ്മള് തമ്മിൽ വഴക്കിട്ടാലേ അച്ഛൻ നിങ്ങളെ പിടിച്ച് വീടിന് പുറത്താക്കും. അതൊക്കെ ആവശ്യമുള്ള കാര്യമാണോ? നമുക്ക് നോക്കാടി. എന്നാ നിങ്ങൾ എന്താന്ന് വെച്ചി? എന്ത് വർത്താനോട് നീ പറയുന്നേ? നിന്നോട് ഞാൻ മധുരം ഇടാത്ത കാപ്പിയിലാണ് ചോദിച്ചത്. എങ്ങനെയുണ്ട്? നീ എന്നിട്ട് കൊണ്ടുവന്നെന്താ? മധുരം ഇട്ട കാപ്പി. ചേട്ടൻ സാധാരണ മധുരം കൂടുതലല്ലേ കുടിക്കാറ്? ഇതിപ്പോ എന്താ മധുരം വേണ്ടെന്ന് പറയാൻ? ഞാൻ ചേട്ടൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. സാധാരണ എടുക്കും പോലെ തന്നെയാ കാപ്പി എടുത്തത്. ആഹാ, ഓഹോ, നീ തരതല പറയല്ലേ എന്റെ അടുത്ത്? ഒരു ഉത്തരവാദിത്തം നിനക്ക്. കാപ്പിയിൽ മധുരം ഇടാതല്ലേ? ഞാൻ ഇവളോട് വിത്തൗട്ട് കാപ്പി എടുക്കാൻ പറഞ്ഞു. ഇവള് കൊണ്ടുവന്നത് മധുരമുള്ള കാപ്പി. ഇത്രയും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഭാര്യ എങ്ങനെ ഭർത്താവിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കും? പിന്നെ എങ്ങനെ എന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും? അച്ഛാ, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കൂടെ നമ്മളെ അറിഞ്ഞ് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു പെണ്ണ് വേണം. അല്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ ആയി പോകും. അൾട്ടർ ഫെയിലിയർ. കാപ്പിയിൽ പഞ്ചാര ഇടാത്തതാണോ നീ വലിയ വർത്താനൊക്കെ പറയണത്? അച്ഛൻ ഇതൊരു ചെറിയ വിഷയമായിരിക്കും, പക്ഷേ എനിക്കിതൊരു ചെറിയ വിഷയമല്ല. അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെയേറെ ശ്രദ്ധിക്കാനുള്ള ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവിന് സമാധാനപരമായും സക്സസ്ഫുള്ളായും അവരുടെ ജീവിതം മുമ്പോട്ടുണ്ടാകാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാധമ്മ. അച്ഛൻ പറയുന്നതിന് മുമ്പ് അച്ഛൻ മനസ്സിൽ എന്താ വിചാരിച്ചിരിക്കണെന്ന് രാധമ്മയ്ക്ക് അറിയാൻ പറ്റും. നീ എന്ത് പ്രാന്തടായി പറയണത്?
എനിക്കിത് നല്ല ദേഷ്യം പണിട്ടാ. കാപ്പിക്ക് മധുരമില്ലെന്നും പറഞ്ഞ് നീ എന്റെ മോളെ തല്ലിയതും പോരാഞ്ഞിട്ട് നീ കഥാപ്രസം പറയണം. ഞാൻ ഉദ്ദേശിക്കണതേ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ അവസ്ഥയിൽ വരണം. എന്റെ അവസ്ഥ എന്റെ അളിയിലുണ്ടാകാതിരിക്കാനാ ഞാൻ എന്റെ അളിയനെ കൊണ്ട് രമ്യയെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറയുന്നത്. ഡാ, ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കുന്നതിന് ഭേദം നേരിട്ട് മൂക്കി പിടിക്കുന്നതാ. ഞാൻ വളഞ്ഞ് മൂക്കി പിടിച്ചിട്ടൊന്നുമില്ല. ആ, പ്രിയമായിട്ട് ഞാൻ അല്പ സൗഹൃദപരമായി വഴക്കുണ്ടായെന്നേ ഉള്ളൂ. ഞങ്ങൾ തമ്മിലേ വഴക്കുണ്ടാകും, കുറച്ചു കഴിയുമ്പോ അതങ്ങ് കൂടും. അത് നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാലോചിച്ച് ഒന്നിച്ച് നീങ്ങിയ അതിനുവേണ്ടി എന്തും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോ അതിനെ കുറിച്ചൊന്നും നീ പറയണ്ട. നിനക്കിപ്പോ എന്താ വേണ്ടത്? പഞ്ചസാര വേണ്ടെന്നാണോ അതോ നിന്റെ അളിയനെ കൊണ്ട് രമ്യയെ വിവാഹം കഴിപ്പിക്കണമെന്നാണോ? എനിക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ, എനിക്ക് അളിയനെ കൊണ്ട് രമ്യയെ വിവാഹം കഴിപ്പിക്കണം. ഓ, രമ്യ അളിയന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളെല്ലാം മാറും. അത് എനിക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും ഗുണം ചെയ്യും.